നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഒടുവിൽ മൗനം വെടിഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ യുവതയുടെ ക്ഷേമത്തിനേക്കാൾ വലുതല്ല മറ്റൊന്നും എന്നാണ് മോദിയുടെ എക്സ് പോസ്റ്റ്. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾ പരിഗണിക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്നും മോദി വ്യക്തമാക്കി. അതേസമയം കേന്ദ്രത്തിന്റെ അനുനയ നീക്കത്തിൽ വഴങ്ങാതെ പ്രതിഷേധം തുടരാനാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ തീരുമാനം. പ്രധാനമന്ത്രിയുടെ ഉറപ്പിൽ വിശ്വാസമില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഷബ്നയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, ഈ മോദിയുടെ മൗനത്തിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനമാണ് ഉയർന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പറയുന്നത് ഈ വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത്. പക്ഷേ വിദ്യാർത്ഥികൾ പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ അടക്കം രാജി എന്നുള്ള ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ളതാണ്. മോദി ഇപ്പോൾ ഈ താൽക്കാലികമായി മൗനം വെടിഞ്ഞതിനെ ഏത് രീതിയിലാകും ഇനി സമരക്കാർ നോക്കിക്കാണുക? ഒരു അനുനയ സാധ്യതയുണ്ടോ? സ്വാതി, ഇന്ന് തന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഇവിടെ ഈ സ്റ്റേജിന് സമീപത്തും അതോടൊപ്പം തന്നെ സമരവേദിക്കടുത്തും ഒക്കെ ഈ വിദ്യാർത്ഥികൾ അത്തരത്തിൽ പ്രതിഷേധിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു എക്സ് പോസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. അതിനോടും ഒരു അനുകൂലമായ മറുപടി അല്ല വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്നത്. കാരണം വിദ്യാർത്ഥികൾ പറയുന്നത് ഇവിടെ കോടതികൾ ഇല്ലാത്തത് കൊണ്ടല്ല ഈ വിഷയം തീരാത്തത്. കാരണം ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുമെന്നാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരെ ഈ വിഷയം വന്നതാണ്. ഇനി പ്രത്യേക കോടതി കൊണ്ട് എന്താണ് നേട്ടം എന്നാണ് പറയുന്നത്. ഇതിൽ ഉത്തരവാദികളായ ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷേ സമരക്കാർ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം അവർ ഉന്നയിക്കുന്ന വിഷയം തന്നെ കാലങ്ങളായി ഇത്തരത്തിൽ ഈ വിഷയം ഇവിടെ നിലനിൽക്കുന്നതാണ്. അതിലൊരു കൃത്യമായ പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ഇത് വിഷയവുമായി ബന്ധപ്പെട്ട് സമരം നടത്തുമ്പോൾ അവരെ അടിച്ചമർത്താനുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് സേന ഈ ജന്തർ മന്ദിറിൽ അടക്കമുള്ള സമരപന്തലിൽ അതിക്രമിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ അക്രമത്തിനിരയാകുകയും ഒക്കെ ചെയ്ത വിദ്യാർത്ഥികളുണ്ട്. അത്തരം വിദ്യാർത്ഥികൾ ഈ സമരത്തിൽ പങ്കെടുത്ത് സമരം നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ പ്രധാനമന്ത്രി ഈ രീതിയിൽ എക്സ് പോസ്റ്റിലൂടെ ഇത്തരം ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രസ്താവന നടത്തുന്നു. ആ ഉറപ്പല്ല തങ്ങൾക്ക് വേണ്ടത്, ഇതിന് ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഏതായാലും സമരം തുടരാൻ തന്നെയാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. മറ്റൊന്ന്, ഈ വിദ്യാർത്ഥി നേതാക്കൾ അടക്കമുള്ളവർ അല്ലെങ്കിൽ CJPയുടെ നേതാക്കൾ അടക്കമുള്ളവർ പറയുന്നത് ഇതിൽ ഒരു തുറന്ന ചർച്ചയാണ് വേണ്ടത്. അല്ലാതെ ഏതെങ്കിലും മന്ത്രിമന്ദിരത്തിലേക്കോ അല്ലെങ്കിൽ ഓഫീസുകളിലേക്കോ പോയി രഹസ്യമായ ചർച്ചയല്ല വേണ്ടത്. ഇത്രയും വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നു, സമരം നടത്തുന്നു, ഇതിൽ ആവേശത്തോടെ സമരത്തിൽ പങ്കെടുക്കുന്നു. ഇവർക്ക് കൃത്യമായ തീരുമാനം വേണം. അതുകൊണ്ട് തുറന്ന ഒരു ചർച്ചയിലേക്ക് പോകണം എന്ന് തന്നെയാണ് വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥി നേതാക്കളുടെയും അതോടൊപ്പം തന്നെ സമര നേതാക്കളുടെയും ഒക്കെ ആവശ്യം. ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇവിടുന്ന് വരുന്നതും. ഇപ്പോഴും നമുക്കറിയാം, ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഈ ജന്തർ മന്ദിറിലെ മെയിൻ സ്റ്റേജിനടുത്ത് രാവിലെ, അതായത് പുലർച്ചെ തന്നെ ഈ സമരം ആരംഭിച്ചിരുന്നു. പല വിദ്യാർത്ഥികളും ഇവിടെ തന്നെയാണ് കിടന്നുറങ്ങുന്നതും. അതുകൊണ്ട് തന്നെ ഈ സമരം രാവിലെ ഇവിടെ ഈ ജന്തർ മന്ദിറിൽ സമരം നടത്തുന്നതിന് 9 മണി മുതൽ 6 മണി വരെ എന്നതാണ് ലിഖിതമായ നിയമം. പക്ഷേ ഇത്തരം ഈ ഒരു സമരം ഇത് കണ്ടിന്യൂസ് ആയിട്ട് 24 അവർ എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ഇവിടെ സമരം തുടരുന്നുണ്ട് വിദ്യാർത്ഥികൾ. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഈ സമരക്കാർ എത്തുകയും വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുകയും പ്ലക്കാർഡുകൾ എന്തി മുദ്രാവാക്യം വിളിച്ച് സമരം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ് ചെയ്യുന്നത്. അതും കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ട്, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന്, തമിഴ്നാട്, എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഈ സമരത്തിൽ പങ്കെടുക്കുന്നു. രാജ്യത്താകമാനമുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു സമരം എന്ന രീതിയിൽ തന്നെ ഇതൊരു ചരിത്ര പ്രാധാന്യമുള്ള സമരം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ഈ ഡൽഹിയിലെ പല വിദ്യാർത്ഥികളും പല വിദ്യാർത്ഥി സമരങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ നമ്മളോട് സംസാരിച്ചു. അവരെല്ലാവരും പറയുന്നത് ഇങ്ങനെ ഇത്രയും രാജ്യത്തെ മുഴുവൻ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി നിന്ന് ഈ ഒരു സമരം നടത്തുന്നു. അവരുടെ ഭാവിയെ ചൊല്ലിയുള്ള സമരമാണ്. വിദ്യാർത്ഥികളുടെ അവർ പഠിക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ തൊഴിലടക്കമുള്ള കാര്യങ്ങളിൽ ഉറപ്പ് നൽകുക എന്നൊരാവശ്യമാണ് സർക്കാരിന് മുന്നിൽ വെക്കുന്നത്. അത് ഏതെങ്കിലും പ്രധാനമന്ത്രി ഒരു എക്സ്പോസ്റ്റിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞിട്ട് കാര്യമില്ല. ശാശ്വതമായൊരു പരിഹാരം വേണം എന്ന് തന്നെ വിദ്യാർത്ഥികൾ പറയുന്നു. ശരി ഷബ്ന, എന്തായാലും പ്രധാനമന്ത്രിയുടെ ഒരു കേവലമായിട്ടുള്ള ഒരു എക്സ്പോസിലൊന്നും എന്തായാലും ഇക്കാര്യം ഒതുങ്ങുകയില്ല. വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ നീങ്ങുകയാണ്. ഇന്നത്തെ സാഹചര്യം ആ രീതിയിൽ തന്നെയാണ് എന്നുള്ളതാണ് ഷബ്ന പറയുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഇന്നും അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ശരത് ലാൽ പറഞ്ഞതുപോലെ ഇന്റർനെറ്റ് അടക്കം വിച്ഛേദിക്കുന്നുണ്ട്. എന്നാൽ അതിലൊന്നും തളരില്ല. തങ്ങളുടെ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സമരക്കാർ. ആ വിവരങ്ങളാണ് ഷബ്നയും നൽകിയത്. സമരത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് BJP ഗുണ്ടകളെന്ന് CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ പറഞ്ഞു. CJP നടത്തുന്നത് സമാധാനപരമായ സമരം അതിശക്തമായി തുടരും. കേന്ദ്രവുമായുള്ള ചർച്ചകൾക്കായി ജന്തർ മന്ദറിൽ വാതിലുകൾ തുറന്നു കിടക്കുന്നുവെന്നും ദീപ്കെ കൂട്ടിച്ചേർത്തു.
1 महीने में ऐसी कोई वारदात नहीं हुई। लेकिन अब क्या हो रहा है, जैसे ये प्रोटेस्ट बड़ा हो गया है तो ये बाहर से गुंडे भेजे जा रहे हैं बीजेपी द्वारा जानबूझकर लोगों को उकसाने के लिए, और यही लोग हैं जो पथराव कर रहे हैं बीजेपी के। पुलिस यहाँ पर पत्थरों के ट्रक लाकर रखती है, बीजेपी के गुंडे आते हैं, वो पत्थरबाजी करते हैं और फिर कॉकरोच जनता पार्टी के लोगों को बदनाम करते हैं। നിരവധി മലയാളി വിദ്യാർത്ഥികളും രാജ്യ തലസ്ഥാനത്ത് സമരമുഖത്തുണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി. നമ്മൾ അത്രയും പഠിച്ച് കഷ്ടപ്പെട്ട് എഴുതിയ ഒരു പരീക്ഷ അത് പേപ്പർ ലീക്ക് ചെയ്ത് പോയിരിക്കുന്നു, വേറെ ആൾ പൈസ എടുത്ത് മേടിച്ചു കഴിക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്തൊരു മോശമാണല്ലേ. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് തലപ്പത്തിരിക്കുന്ന ഒരാൾ അതിന് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എവിടെ ആരെയും നോക്കേണ്ടത്, ആരോടാ ഇനി പറയേണ്ടത്? വിദ്യാർത്ഥികളെ ഇങ്ങനെ ഒരു രീതിയിൽ തല്ലിച്ചതക്കണമെങ്കിൽ സാധാരണ ഒരു നോർമൽ പോലീസിനോ ഒരു സിവിലിയൻസിനോ അത് സാധിക്കില്ല. അത്രയും ഒരു ക്രൂരമായ രീതിയിലാണ് അവരെ മർദ്ദിച്ചിട്ടുള്ളത്. ഇതിന്റെ പിന്നിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരോ വല്ല ഗ്യാങ്ങോ ഉണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികളുടെ വീട്ടിലിരുന്ന് മണിക്കൂറുകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം എഫേർട്ട് എടുക്കുന്ന വിദ്യാർത്ഥികൾ വേക്കിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും വിദ്യാർത്ഥികൾ ഇന്നിത് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ ഈ ഒരു സിസ്റ്റം തന്നെ ഇവിടെ ഉണ്ടായിന്ന് വരില്ല. ഏതെങ്കിലും ഒരു ഏജൻസി ആയിരിക്കും നമ്മുടെ ഡോക്ടേഴ്സിനെയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇന്നത്തെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമരം നീളട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. തീർച്ചയായിട്ടും ഇത് വിദ്യാർത്ഥികളുടെ ഒരു സമരം തന്നെ, ഇത് വിജയം കാണാതെ പിന്നോട്ടില്ല.